എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് വന്നവരാണ്. ഞാൻ പ്രസന്നകുമാർ, ഹീസ് പ്രണവ് ജെയിൻ നമ്മുടെ ചെയർമാനാണ്, ട്രിവാൻഡ്രം ചാപ്റ്ററിൻ്റെ ചെയർമാനാണ്. ഹീസ് നിതീഷ് രാജ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡിയാണ്. ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡിയാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, മറ്റൊന്ന് പറഞ്ഞത് CMA, അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പ്രധാന കോഴ്സിൻ്റെ പേരാണ് CMA, അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി. നമ്മുടെ ഈ കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ടാക്സേഷൻ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് 4 റീജിയണൽ കൗൺസിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളം നമുക്ക് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം ചാപ്റ്ററും കേരള ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ സദേൺ റീജിയണൽ കൗൺസിലും നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ടെക്നോ പാർക്കും സംയുക്തമായി നമ്മളൊരു സെമിനാർ നടത്തുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മേഖലയിൽ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ സെമിനാറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി, ഈ പ്രോഗ്രാമിനെ പറ്റി ഉള്ള പ്രധാന കാര്യങ്ങൾ, അതായത് ഏതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചെയർമാൻ പറയുന്നതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് പ്രണവ്, CMA ചാപ്റ്റർ ട്രിവാൻഡ്രത്തിൻ്റെ ചെയർമാനാണ്. ഞങ്ങൾ നാളെ കണ്ടക്ട് ചെയ്യുന്ന 14-15 നാളെയും മറ്റന്നാളും 2 ദിവസമായിട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സമ്മിറ്റാണ് നമ്മുടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലെ പാർക്ക് സെൻറ്ററിലെ ട്രയാങ്കൂർ ഹാളിൽ വെച്ച് നടക്കുന്ന നെക്സ്റ്റ് ജെൻ AI സമ്മിറ്റ് ഫിനാൻസ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ ജീവിതത്തിലും AI ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രതിഭാസമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നമ്മുടെ ഫിനാൻസ് മേഖലയെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് അതിലെ നമ്മുടെ ഫിനാൻസ് മേഖലയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു 4 വ്യത്യസ്ത പരിശീലന പ്രോഗ്രാംസാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫാക്കൽറ്റീസ്, നമ്മുടെ സെഷൻ അവതരിപ്പിക്കാൻ വരുന്നത് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസാണ്. ഫിനാൻസ് AI രംഗത്തുള്ള ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസാണ് നമ്മുടെ സെഷൻ അവതരിപ്പിക്കാൻ വരുന്നത്. നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ശ്രീ NK പ്രേമചന്ദ്രൻ, കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രനാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. എന്തുകൊണ്ടാണ് ഈ പരിപാടിയുടെ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് AI എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടതുപോലെ തന്നെ ഫിനാൻസ് മേഖലയും ഒരുപാട് AI സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിൽ എങ്ങനെയാണോ ട്രിവാൻഡ്രത്ത് ഒരു AI ഹബ്ബാക്കി മാറ്റാൻ, ഫിനാൻസ് മേഖലയിലെ AI ഹബ്ബാക്കി മാറ്റാനാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു തുടക്കമെന്നോണമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ 250ഓളം സ്ഥാപനങ്ങളുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മാത്രമല്ല ഇതുകൂടാതെ CMA പ്രൊഫഷണൽസും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാലിഡറ്ററി സെഷൻ, 2ാമത്തെ ദിവസത്തെ വാലിഡറ്ററി സെഷൻ്റെ മുഖ്യാതിഥി കന്യാകുമാരി MP ശ്രീ വിജയ് വസന്താണ്. ടെക്നോ പാർക്ക് CFOയും CEOയും ഈ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട്. ട്രാൻസ്ഫോമിംഗ് ഫിനാൻസ് വിത്ത് AI ഫ്രം ഓട്ടോമേഷൻ ടു ഇൻസൈറ്റ് എന്ന ആശയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സബ്മിറ്റ് നടത്തി വരുന്നത്. വെള്ളയമ്പലത്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തിരുവനന്തപുരത്തെ ചാപ്റ്ററിൻ്റെ ഓഫീസ് വരുന്നത്. ചാപ്റ്ററിൽ കോച്ചിങ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ, നിതീഷ് രാജു. അവിടെ ചുരുങ്ങിയ ചെലവിൽ ക്ലാസ്സുകൾ CMA കോഴ്സിന് വേണ്ടി, അതുപോലെ തന്നെ CAT എന്ന് പറയുന്ന കോഴ്സിനും പരിശീലനം കുട്ടികൾക്കായി നടത്തി വരുന്നുണ്ട്. CMA കോഴ്സിന് CAയ്ക്കും അതുപോലെ തന്നെ CS-നും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് സമൂഹത്തിൽ വളരെയധികം പ്രചാരമുള്ളതാണ് പരസ്യങ്ങൾ മുഖേന. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് നടത്തുന്ന ചാപ്റ്റർ എന്ന രീതിയിൽ നമ്മുടെ മെമ്പേഴ്സ് തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള CMA പ്രൊഫഷണൽസാണ് ഇവിടെ നമ്മുടെ ചാപ്റ്ററിൽ ക്ലാസ്സുകൾ നടത്തി വരുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഏത് ഉയർന്ന നിലയിൽ മുതൽ അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ കൂടിയും ക്ലാസ്സുകൾ ചാപ്റ്ററിൽ ഉപയോഗിച്ച് മുൻനിരയിലേക്ക്, സമൂഹത്തിലെ മുൻനിരയിലേക്ക് ജോലി
വളരെയധികം സാധ്യതകളുള്ളൊരു കോഴ്സാണിത്.